മാപ്സ് മീഡിയ എന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് ആണ് 2025 ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ആറാട്ടണ്ണനും പിന്നെ നമ്മുടെ മാപ്സ്റ്റിക് ടീമുമായിട്ടാണ് ഒരു ഇന്റർവ്യൂ. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനയ്ക്ക് ലാലേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എനിക്കോ നല്ല അഭിപ്രായമാണ്. ലാലേട്ടനാണ് മമ്മൂക്കിയാണ് മികച്ച നടൻ? മമ്മൂക്ക നടന്നതല്ല. രണ്ട് തലം ഒരേ തലം. ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് മെത്തഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ. ലാലേട്ടന് നാച്ചുറൽ ആക്ടിങ്ങും ഉണ്ട്, മെത്തഡ് ആക്ടിങ്ങും ഉണ്ട്. മമ്മൂക്കയ്ക്ക് മെത്തഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ. ചില ഇങ്ങനത്തെ ഈ എന്താ അംബേദ്കർ അതുപോലെ റോൾ ചെയ്യുന്ന മെത്തഡ് ആക്ടിങ് വേണം. അത് ലാലേട്ടൻ കാണിച്ചിട്ടുണ്ട്. വളരെ പ്രശ്നം അല്ല, പക്ഷെ ലാലേട്ടൻ രണ്ടും ഉണ്ടെന്ന്, മെത്തേഡും ഉണ്ട് നാച്ചുറലും ഉണ്ടാ, രണ്ടും ഉണ്ടാ. മെത്തേഡ് ഉണ്ടാ, 20 മെത്തേഡാണ് പുള്ളിക്ക്, രണ്ടും ഉണ്ടാ. അഭിനയിക്കുന്ന ഡയറക്ടറിന്റെ ഒരു കയ്യിലല്ലേ? അങ്ങനെ മാത്രമല്ല, എം ടി പറഞ്ഞു നമ്മൾ തായ്വാരം കണ്ടപ്പോൾ ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ലെവലിന്റെ അപ്പുറത്തേക്ക് ലാലേട്ടൻ കൊണ്ടുപോകും. ശരി, സമ്മതിച്ചു. ഡയറക്ടർ മാത്രമല്ല, ഇപ്പൊ മണിയത്തിനല്ല എന്താ അഭിപ്രായം? ഒരു കഴിവില്ലാത്ത ഒരു ഡയറക്ടർ ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാണെന്ന് വിചാരിക്കും, അത് ബുദ്ധിമുട്ടാണ്. ടീം വർക്കാണ്. ശരിക്കും ഡയറക്ടറിന്റെ കഴിവിലാണ്, സിനിമ ടീം വർക്കാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്ക് നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അഭിനയിപ്പിച്ചു. ഇപ്പൊ അലിൻ ജോസ് പെരേരനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ ബ്രൈറ്റ് പറഞ്ഞിട്ട് വേറെ കോമാളത്ത് കാണിക്കുന്ന വേറെ ബേസിക് ആയിട്ട് ഒരു ടാലന്റ് ഉണ്ട്, അവൻ കാണിക്കാത്ത, അവൻ സ്റ്റാർട്ടത്തിന് പുറകെ ഗുണമുണ്ടാണ്. പക്ഷെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. അതാ, പക്ഷെ നല്ലൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ഡയറക്ടറേറ്റ് മാത്രം ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. തീർച്ചയായിട്ടും പറ്റും. കാരണം ഇപ്പൊ പഴയ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നും. ദേവനല്ല പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ പല റോൾസും ചെയ്യാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ഒരു കാലത്ത് ലാലേട്ടനുള്ള റേഞ്ച് ഭയങ്കരമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ചെയ്യാൻ പറ്റാത്ത റോൾസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമ്പുരാനിൽ ഇപ്പോഴത്തെ ഒരു കുഴപ്പമാണ്, ലാലേട്ടൻ താരത്തെ മാത്രമേ കാണുള്ളൂ, മോഹൻലാൽ നടനെ കാണുന്നില്ല. അല്ല, ഇപ്പൊ പലരും പറയുന്നുണ്ട് ആന്റണി വരുമ്പോൾ അവരാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. പുള്ളിയും കേൾക്കണ്ടേ, പക്ഷെ പുള്ളിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് മനസ്സിലാവണില്ല. ആർക്ക്? മോഹൻലാലിന്. മമ്മൂട്ടിയിലെ മരിക്കുന്നവരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല. അല്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ ചെയ്യാനുള്ളത് എക്സ്പെരിമെന്റ് ചെയ്തത് മമ്മൂട്ടിയും കമലഹാസനൊക്കെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു, ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്ത മമ്മൂട്ടിയാണ്. പക്ഷെ പുള്ളി പറഞ്ഞാൽ ഞാൻ ആയ കാലത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ സാച്ചുറേഷൻ ഇല്ല. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. പുള്ളിനെ വിമർശിക്കുന്ന ഇത് പറഞ്ഞപ്പോ ഞാൻ ചെയ്യാനുള്ളതൊക്കെ വേറെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അർത്ഥം അങ്ങനെയാണല്ലോ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആള് പറഞ്ഞത്. പുള്ളി ഉദ്ദേശിച്ചത് എനിക്കിനി പ്രൂവ് ചെയ്യാവുന്നില്ല, പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പുള്ളി ഉദ്ദേശിച്ച പ്രൂവ് കഥാപാത്രമല്ല, എനിക്കിനി ജനങ്ങളുടെ ഇടയിൽ ഒന്നും പ്രൂവ് ചെയ്യാവുന്നില്ല പുള്ളി ഉദ്ദേശിച്ചത്. ഒരു കലാകാരൻ അങ്ങനെ ഫിലിമാണ്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ എടുത്ത് മാറിയിരിക്കണം. ഇനി നല്ല ടൈം വരുവാണ്. ചെയ്യുവാണെങ്കിൽ നല്ല സാധനങ്ങൾ ചെയ്യണം. എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് മനഃപൂർവ്വം എന്തിനാണ് ഇറക്കത്തിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. മനഃപൂർവ്വമാണ്, മനഃപൂർവ്വം ചെയ്യുന്നത്. അങ്ങനെ മനഃപൂർവ്വം അല്ല. പുള്ളിക്ക് ഇപ്പൊ പുള്ളിയുടെ കയ്യിലല്ല കാര്യങ്ങളും. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പഴയ ഡയറക്ടേഴ്സ് പുള്ളി ഒന്നും കാണാൻ പോലും പറ്റില്ല. പുള്ളി ചുറ്റും ആന്റണി പെരുമ്പാവൂർ കവർ ചെയ്യുന്നത്. അങ്ങനെ ഒരാളുടെ കീഴിൽ നിൽക്കേണ്ട ആളാണോ? അത് പുള്ളിയുടെ പ്രശ്നമാണ്. പുള്ളി ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചില്ല. അടിമ പോലെ സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ പണ്ട് അങ്ങനെ സ്വന്തമായിട്ട് എടുത്ത ആളാണ്. ഒരുപാട് പേര് പുള്ളി പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പുള്ളി പഠിച്ചു. സാമ്പത്തിക പദ്ധതി ആക്കിയത് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂർ 2000 മുമ്പ് വന്നല്ലേ പുള്ളിയുടെ നരസിംഹം പോലെ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ കരിയർ മാറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ ബ്ലഡ് ഷീഡിൽ കുറച്ച് പടങ്ങളേ ഉള്ളൂ. തന്മാത്ര, പ്രണയം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പടങ്ങളേ ഉള്ളൂ മോഹൻലാൽ നല്ലതായിട്ട്. ആന്റണി പെരുമ്പാവൂർ നല്ലൊരു കച്ചവടക്കാരനാണ്, മോഹൻലാൽ നല്ലൊരു കലാകാരനാണ്. അപ്പൊ മോഹൻലാൽ സിനിമയിലും ആന്റണി പെരുമ്പാവൂർ ബിസിനസ് ശ്രദ്ധിക്കുകയാണ് നല്ല കോമ്പിനേഷനാണ്. പക്ഷെ മോഹൻലാൽ ഇപ്പൊ സിനിമ ഒരു ബിസിനസ് മോഹൻലാൽ പറ്റില്ല. അല്ല, സിനിമ ഒരു ബിസിനസ് ആണെന്ന് ഒരു പറഞ്ഞ് ഭയങ്കര വിവാദം ആയിരുന്നു. എനിക്ക് സിനിമ ബിസിനസ് ആണ്, എല്ലാവർക്കും സിനിമ ബിസിനസ് ആവാൻ, നടന് അല്ലെങ്കിൽ അഭിനേതാവിന് സിനിമ ബിസിനസ് ആവാൻ പാടില്ല. പ്രൊഡ്യൂസറിന് മാത്രമാണ് സിനിമ ബിസിനസ് ആവാൻ പാടില്ല. ഞാൻ പറയട്ടെ, പണ്ട് മുതലേ പടം പ്രൊഡ്യൂസറാണ് മോഹൻലാലാണ്. ഇഷാനസ് അബ്ദുള്ള, കമലദളം ഇതെല്ലാം ചെയ്ത് ഒരുപാട് നഷ്ടം ഉണ്ടായാണ്. ഈ ശരിക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വലിയ ലാഭമൊന്നും കിട്ടില്ല. മമ്മൂട്ടി അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം പറയാം, പുള്ളി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. മോഹൻലാൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ
ഈ അല്ല മോഹൻലാലിന്റെ ഹോട്ടലുകളുണ്ട്. അല്ല പിന്നെ ആദ്യം മുതലേ കിട്ടുന്ന കാശ് മുതൽ ആദ്യം മുതലേ ബിസിനസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഉണ്ണിയുടെ കഥ പറയുമ്പോൾ മുതലേ ഉണ്ട്. പുള്ളിക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുള്ളി പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറായിരിക്കും വലിയ ലാഭമൊന്നും കിട്ടില്ല. പുള്ളി പോലും വലിയ ലാഭമില്ല. ആ കാശ് ആയിരിക്കും റിയൽ എസ്റ്റേറ്റിൽ ഇടാം. അത് ഇടാതെയാണ് അതിന് നല്ല സിനിമ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുന്നത് മലയാളം സിനിമ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ലാലേട്ടൻ എന്തുകൊണ്ട് ആർട്ട് പടം ചെയ്യുന്നില്ല? കാരണം നമുക്ക് ചെയ്താൽ അവാർഡ് കിട്ടില്ല, ഇവർക്ക് അവാർഡ് കിട്ടില്ല, കളക്ഷൻ കിട്ടില്ല. അവാർഡ് കിട്ടില്ല, ഇനി കിട്ടില്ല. ഇനി ഇവർക്ക് ഓൾറെഡി എത്ര അവാർഡ് കിട്ടി? 3-4 കിട്ടിയില്ല. അവാർഡ് ജെന്യൂൻ അല്ല, അവാർഡ് ജെന്യൂൻ ഇഷ്ടമല്ല. പൈസ കൊടുത്തല്ല, അതാണല്ലോ നമ്മുടെ പ്രാഞ്ചേട്ടനിൽ കാണിച്ചത്. അത് പൈസ കൊടുത്ത് മാത്രമല്ല, നമുക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും വേണം, ആ ജൂറിയിൽ ആരെങ്കിലും വേണം, എന്നാലും അവാർഡ് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ റീസെന്റ് ഒരുപാട് ചാനലുകൾ അവാർഡ് പൈസ കൊടുത്താൽ മേടിക്കുന്ന അവാർഡുകൾ, അത് അങ്ങനത്തെ അവാർഡുകൾ. മറ്റേ കാശ് നാഷണൽ അവാർഡ് കാശല്ല, പക്ഷെ ഇൻഫ്ലുവൻസ് ആണ്. പാർട്ടി നോക്കി കിട്ടുമല്ലോ. ഇപ്പൊ ഏത് ഭരണ പാർട്ടി ഏതാണോ ശരി. ഇപ്പൊ പുഷ്പയ്ക്ക് ഇയാൾ കിട്ടി, കങ്കണ കിട്ടി. കങ്കണ റൗണ്ട് കിട്ടാൻ ബി ജെ പി കാരിയുണ്ടാവും. അല്ല ഇപ്പൊ കന്നഡയില് നമ്മുടെ കിച്ച സുദീപ് അവാർഡ് കിട്ടിയപ്പോ പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പറയൂ? ഇല്ലല്ലോ, മലയാളികൾ ആരെങ്കിലും പറയും. ഞാൻ പറയുന്നത് ആസ് ഫാർ ആസ് ആക്ടിങ് നോക്കുമ്പോൾ മോഹൻലാൽ ആസ് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നമുണ്ട്, വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ട്. പക്ഷേ ആസ് ആക്ടർ അയാൾ ജോലിയിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. മമ്മൂക്കയെല്ലാം പലപ്പോഴും മൂഡ് ഔട്ട് ആയിട്ട് ലൊക്കേഷൻ വന്നിട്ടില്ല. മോഹൻലാൽ പക്ക പ്രൊഫഷണലാണ്. പുള്ളിയുടെ അമ്മ പോലും ആശുപത്രി കൊടുക്കുന്ന സമയത്ത് പുള്ളി ആക്ട് ചെയ്ത ആളാണ്. പക്ക പ്രൊഫഷണലാണ്, ഭയങ്കര ടാലന്റഡുമാണ്. അയാൾ കുഴപ്പമാണ് ചുറ്റുമുള്ള ആൾക്കാരാണ് അയാൾ കൺട്രോൾ ചെയ്യുന്നത്. അയാൾ ആൻഡ് വരുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. അതിൽ സാമ്പത്തികമായിട്ട് സെക്യൂർ ആയത് പ്രായം കൂടുന്നവർ പക്വത കുറഞ്ഞു വരാണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പറ്റില്ല. പക്വതല്ലേ, അല്ല കുട്ടിത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിഷയങ്ങൾ പുള്ളിക്ക് അറിയില്ല. പുള്ളിയോട് ശാസ്ത്രം മറ്റൊന്നാളെ ചോദിക്കേണ്ട, പുള്ളിയോട് ചോദിക്കേണ്ട കല, അങ്ങനത്തെ കാര്യങ്ങളാണ്. പുള്ളിയുടെ കലാകാരനാണ്. കലാപരമായ കാര്യം പുള്ളിയോട് ചോദിക്കാം, അതിന് പുള്ളി നല്ല ഉത്തരം തരും. അല്ലാതെ വേറെ കാര്യം പുള്ളിയോട് ചോദിക്കുന്ന കാര്യമില്ല. പുള്ളി ഒരു ശാസ്ത്രജ്ഞനോ അങ്ങനെയൊന്നല്ല. പുള്ളിയോട് കലാപരമായ കാര്യം ചോദിക്കുക, അതിന് പുള്ളി നല്ല മറുപടി തരും. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഓരോരുത്തർക്കും ഒരു ലൈനല്ലേ. ബെമ്പുര റിലീസ് ആവാണ്. അപ്പൊ അതിനെ പറ്റി ഒരു പ്രതീക്ഷ എന്താണ് ആറാണെണ്ണന്റെ? ഞാൻ കൺഫ്യൂഷൻ ഇല്ല. ഈ ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയോണ്ട് ചെറിയ സംശയമുണ്ട്. ഇപ്പൊ ഗോകുലം എടുത്തിരിക്കുകയാണ്. ഒരുപാട് പടം പോയി. പക്ഷേ ഈ അവസാന നിമിഷം മാറാനുള്ള കാരണം മനസ്സിലാവണില്ല. എന്തായാലും ഫിലിം അവിടെയാണ് ആന്റണി അടുത്ത ആളെ കൊണ്ടുവന്നിട്ടില്ലേ. ഇപ്പൊ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതാണ് ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി അവര് എടുക്കാതെ വേറൊരാൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ സിനിമയിൽ അവർക്ക് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ അല്ല. ഇപ്പൊ ഇയാൾ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇയാൾ പറഞ്ഞ പോയിന്റ് ഈ ആ ഇൻഫർമേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക ഡബ്ല്യു ചോദിച്ചെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാവാം. അല്ല എന്നാലും ഇവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. സ്വന്തം സിനിമ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ആന്റണി പെരുമ്പാവൂർ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഈ 3 പേർ കൂടി വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ശരിയാണ്. ഇത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ലൂസിഫർ പോലെയൊന്നല്ല, ത്രൂ ഔട്ട് വേൾഡ് റിലീസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗോകുലം മൂവീസ് സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ റിലീസ് വരെ മാറ്റി വെക്കേണ്ട അവസ്ഥയായിരുന്നു. അല്ലേ? അല്ല അങ്ങനെ എന്തായാലും ഉണ്ടാവുമായിരുന്നു. ഗോകുലം മൂവീസ് പടം എടുത്തില്ലായിരുന്നെങ്കിൽ റിലീസ് മാറ്റി വെക്കായിരുന്നു. ഭയങ്കര ബിഗ് സ്കെയിൽ ഫിലിമാണ്. നിങ്ങൾ ലൂസിഫർ പടം ഒന്നല്ല. ഇത് ഭയങ്കര ഒരു പാൻ വേൾഡ് എന്ന് പറയാം. ആ രീതിയിൽ വരുന്ന പടമാണ്. ഒരു ടോം ക്രൂസ് പടം പോലേക്ക് ഡയറക്റ്റ് വെച്ചാണ്. ഭയങ്കര വലിയ മൂവിയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവര് എത്ര എടുത്തു? ഇപ്പൊ ഇതിനു വേണ്ടി എന്ത് റിസ്ക് എടുത്തു? മരക്കാൻ വേണ്ടി റിസ്ക് എടുത്തില്ലേ? മരക്കാരന് വേണ്ടി മാത്രമേ ഉള്ളൂ ആകെ റിസ്ക് എടുത്തേ. അല്ലല്ലേ, ഏറ്റവും റിസ്ക് എടുത്തില്ല. പ്രൊഡക്ഷൻ തന്നെ റിസ്ക് ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസ്ക് ആണ്. മമ്മൂട്ടി വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു പടം, ഇത്ര പാൻ വേൾഡ് പടം വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലല്ലേ ശരിക്കും പറഞ്ഞ റിസ്ക് എടുക്കണ്ടേ? റിസ്ക് എടുത്തല്ലോ. എത്ര രൂപ ഇറക്കി? അല്ല പക്ഷെ ഇതിന്റെ ബഡ്ജറ്റ് വളരെ ഹൈ ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ പറ്റി ഇയാൾക്ക് ഇത്രയും വലിയ പടം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് ഈ രൂപ എടുത്ത് വേണം റിയൽ എസ്റ്റേറ്റിൽ ഇടാം. ഇതാണ് കാശ് കിട്ടും. ഇയാൾ ഈ പടത്തിലിടുന്ന നല്ല പടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. അതിലെ കാലാപ്പനി പോലും അന്ന് 100 കോടികൾ അയാൾക്ക് മുടക്കിയ കാശ് കിട്ടിയില്ല. പൃഥ്വിരാജ് എന്ന് പറഞ്ഞപ്പോ നോനൊക്കെ പോലെയാണ്, പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ സിനിമയില് മേക്കിംഗ് ആണ്. അല്ല ബഡ്ജറ്റ് വിടാനുള്ള കാരണം അതുകൊണ്ടാണ്. പ്രാക്ടിക്കൽ എഫക്ട് എടുക്കുന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് വിടുന്നത്. അവിടെ കുറച്ച് VFXോ അല്ലെങ്കിൽ ഇത് പറഞ്ഞൊരു പോയിന്റ് വേണമെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യണം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ വേണമെങ്കിൽ 3 പേർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്.
മൂന്നുപേരോട് ഒരുമിച്ചെടുത്താൽ മതിയല്ലോ, മൂന്നുപേരും ഉള്ളതല്ലേ പടത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അത് പോയിന്റാണ്. ഇപ്പൊ നാലാമതൊരാളെ കൊണ്ടുവന്നേക്കാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഹൗസ് നല്ല പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അതെ, അവരെന്താ ഇൻവെസ്റ്റ് ചെയ്ത് അറിയില്ല. അതാ ഞാൻ ചോദിച്ചത്, ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് ഓക്കെ ആണെന്ന് പറഞ്ഞു ആനിമൽമാരെ മണ്ണിടിക്കുക, നന്നായിട്ട് പണിയടിക്കുന്നുണ്ട്, എല്ലാ ഫംഗ്ഷനും എല്ലാം മണ്ണിടിക്കുന്നുണ്ട്. ഓക്കെ ആണെന്നാണ് പറയുന്നത്. അതാണ് അത് ആനിമൽമാർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇയാളുടെ പ്രൊഡക്ഷൻ ഹൗസ് ഇറങ്ങാൻ സോണിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ്. സന്തോഷ് വർക്ക് അല്ലെങ്കിൽ ആറാട്ടണിന് സിനിമയിലുള്ള പ്രതീക്ഷ ഇല്ല, ഇപ്പൊ കുറഞ്ഞോ? ലൈക്ക പിന്മാറി. ഇയാൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് ലൂസിഫറിന്റെ അത് പ്രതീക്ഷയില്ല, എങ്ങനെ വരുമെന്ന് അറിയില്ല. ഒരു എന്തായാലും സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും, സാമ്പത്തികമായിട്ട് വിജയിക്കും. കാരണം പ്രീ ബിസിനസ് പോയി നടക്കും, 1300 കളക്ഷനും. പണം മോശമായാലും സാമ്പത്തികമായിട്ട്, പക്ഷെ അത് തന്നെ ചീറ്റിംഗ് ആണ്. ഈ ഷാറുഖ് ഖാൻ അതാ ചെയ്തിരിക്കണം. ഇവരുടെ സിനിമ മോശമായിരിക്കും, പക്ഷെ ബോക്സ് ഓഫീസിൽ അവർ കാശ് നേടും ഹൈപ്പ് കൊടുത്തിട്ട്. ഈ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ആനിമൽമാരുടെ മെയിൻ പരിപാടി. ഹൈപ്പ് കൊടുക്കലാണ്. മരക്കാരും വലിയ ലോസ് വന്നിട്ടില്ല അവരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ്. അതേപോലെ ഗാങ്സ്റ്റർ മമ്മൂട്ടിയുടെ മൂവി ഫ്ലോപ്പ് ആയി പ്രൊഡ്യൂസറിനോട് ആൻഡി ബിൽബ പറഞ്ഞ് ഹൈപ്പ് കൊടുക്കാൻ പറഞ്ഞു. അത് തന്നെ ശരിക്കും ആളുകൾ ചതിക്കുകയാണ്. കാരണം പടം ഗുണമുണ്ടാവില്ല, പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയമായിരിക്കും. ഗോൾഡ് സിനിമ മോശമായിരുന്നു, പക്ഷെ അത് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണ്.